അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടുപിന്നാലെ എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനം എങ്ങനെ തകർന്നു വീണു എന്നതിന്റെ അന്വേഷണം നടക്കുന്നതിനിടെ സീനിയർ പൈലറ്റിനെ സംശയനിഴലിലാക്കി അമേരിക്കൻ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണലിൽ റിപ്പോർട്ട്. 2 എഞ്ചിനിലേക്കുമുള്ള ഇന്ധന ഒഴുക്ക് നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്തത് ക്യാപ്റ്റനാണ് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ബ്ലാക്ക് ബോക്സ് റെക്കോർഡിൽ നിന്നുള്ള 2 പൈലറ്റുമാരുടെയും സംഭാഷണത്തെ ചൂണ്ടിയാണ് വാൾ സ്ട്രീറ്റിന്റെ റിപ്പോർട്ട്. ഫ്യൂവൽ സ്വിച്ചുകൾ ഓഫ് ചെയ്തത് സീനിയർ പൈലറ്റായ ക്യാപ്റ്റൻ സുമിത് സബർവാൾ ആണെന്ന് സംശയിക്കുന്നതായാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അമേരിക്കൻ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകളോട് പ്രതികരിച്ചിട്ടില്ല. ബോയിംഗ് 787 ഡ്രീം ലൈനറിന്റെ സഹ പൈലറ്റ് എന്തുകൊണ്ടാണ് റൺവേയിൽ നിന്ന് വിമാനം ഉയർന്നതിന് പിന്നാലെ സ്വിച്ചുകൾ കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറ്റിയത് എന്ന് കൂടുതൽ പരിചയസമ്പന്നനായ ക്യാപ്റ്റനോട് ചോദിച്ചു. പിന്നാലെ സഹ പൈലറ്റ് ആശ്ചര്യം പ്രകടിപ്പിക്കുകയും പിന്നീട് പരിഭ്രാന്തനാകുകയും ചെയ്തു. അപ്പോഴും ക്യാപ്റ്റൻ ശാന്തനായി തുടരുകയായിരുന്നുവെന്നാണ് സംഭാഷണത്തിലെ വിവരങ്ങൾ വെച്ച് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞയാഴ്ച പുറത്തുവന്ന എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ അപകടത്തിന്റെ കാരണം ഇന്ധന സ്വിച്ചുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മനസ്സിലായിരുന്നുവെങ്കിലും ഏത് പൈലറ്റാണ് ഇത് ചെയ്തത് എന്ന് വ്യക്തമായിരുന്നില്ല എന്നാണ് വാൾ സ്ട്രീറ്റിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ സ്വിച്ച് ഓഫ് ചെയ്തത് മനഃപൂർവ്വമാണോ അതോ ആകസ്മികമായാണോ എന്ന് പറഞ്ഞിരുന്നില്ല. അപകടത്തിലേക്ക് നയിച്ച കാരണമോ ഇന്ധന സ്വിച്ചുകൾ ഓഫാക്കിയത് എന്തിനാണോ എന്ന വിവരമോ ഇന്ത്യൻ അധികാരികളുടെ പ്രാഥമിക റിപ്പോർട്ടിലില്ല. വിമാനത്തിന്റെ ഡിസൈൻ പിഴവുകൾ, തകരാറുകൾ, അറ്റകുറ്റപ്പണി തുടങ്ങിയ പ്രശ്നങ്ങൾ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞില്ല. മാത്രവുമല്ല, മനഃശാസ്ത്ര വിദഗ്ധരുടെ ആവശ്യവും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുവെന്നും വാൾ സ്ട്രീറ്റിൽ പറയുന്നുണ്ട്. അതേസമയം പൈലറ്റുമാരെ കുറിച്ചുള്ള റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം ചോദിച്ചപ്പോൾ ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിലെയും AAIBയിലെയും ഒരു പ്രസ് ഓഫീസർ ഇത് ഏകപക്ഷീയമാണ് എന്ന് പറയുകയും അഭിപ്രായം പറയാൻ വിസമ്മതിച്ചുവെന്നും വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപൂർണമായ തെളിവുകളും വിശകലനങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസവും കാരണം വ്യോമയാന ദുരന്തങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ഒരിക്കലും പൂർണ്ണമാകില്ലെന്നും ചില സന്ദർഭങ്ങളിൽ അന്താരാഷ്ട്ര അപകടങ്ങളിലെ അന്വേഷണങ്ങളിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ അന്തിമ വിലയിരുത്തലിൽ പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്നും വാൾ സ്ട്രീറ്റ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപകടത്തിന് ശേഷം ബോയിംഗ് എഞ്ചിൻ നിർമ്മാതാക്കളായ GE എയ്റോസ്പേസ്, ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്നിവർ 787 ഓപ്പറേറ്റർമാർക്ക് സുരക്ഷാ ബുള്ളറ്റിനുകളോ നിർദ്ദേശങ്ങളോ നൽകിയിട്ടില്ല എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ 1 സെക്കൻഡ് വ്യത്യാസത്തിൽ തുടർച്ചയായി ഫ്ലിപ്പ് ചെയ്തത് മനഃപൂർവ്വമായ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നുവെന്നാണ് 1999 ഈജിപ്ത് എയർ ഫ്ലൈറ്റ് 990 തകർന്നതിനെക്കുറിച്ചുള്ള അമേരിക്കൻ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച മുൻ നാഷണൽ ട്രാൻസ്പോർട്ട് ബോർഡ് ഉദ്യോഗസ്ഥനായ ബെൻ ബെർമാനെ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം പൈലറ്റുമാരെ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഈ റിപ്പോർട്ട് എന്നാണ് വ്യോമയാന വിദഗ്ധൻ ക്യാപ്റ്റൻ ദിലീപ് ദസ്മണ്ട് പ്രൈം വിറ്റ്നസുമായുള്ള അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത്. സർ, ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് പൈലറ്റ് മനഃപൂർവ്വം കട്ട് ഓഫ് ചെയ്തുവെന്ന അഭ്യൂഹമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പരക്കുന്നത്. സാറും ഒരുപക്ഷെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ആരോപണത്തോട് സാറിന് എന്താണ് പറയാനുള്ളത്? പൈലറ്റുമാർ അങ്ങനെ ചെയ്യുമോ? ഓക്കെ, തീർച്ചയായിട്ടും അതാണ് അവരുടെ പ്ലാൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന് മുമ്പേ ഫ്യൂൽ എഞ്ചിൻ്റെ ഫ്യൂല് ഫാഡക് എന്ന് പറയുന്ന സിസ്റ്റം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഒരു രണ്ടാമതൊരു ഇൻസിഡൻറ്റ് വന്നു, ഇത് എഞ്ചിൻ്റെ ഫാഡക് ഇത് കട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ ആരും ഈ എയർക്രാഫ്റ്റ് വാങ്ങിക്കത്തില്ല. അപ്പോൾ അതോടുകൂടി ബോയിങ് കമ്പനി അടച്ചുപൂട്ടും. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഇത് പൈലറ്റിൻ്റെ തലയിലിടണം. അത് സാധാരണ ഏവിയേഷനിൽ എപ്പോഴും നടക്കുന്നതാണ്. ഞങ്ങൾക്ക് ഒരു ഏവിയേഷനിലൊരു ഇംഗ്ലീഷിലൊരു സേയിങ് ഉണ്ട്, ഒരു ഇൻസിഡൻറ്റോ നടന്ന് കഴിയുകയാണെങ്കിൽ, ഇഫ് ദ പൈലറ്റ് ഇസ് അലൈവ്, സ്ക്രൂ ഹിം, ആൻഡ് ഇഫ് ദ പൈലറ്റ് ഇസ് ഡെഡ്, ബ്ലെയിം ഹിം. ഇത് ഒരു ജനറൽ ഇതാണ്. ഏത് ഇൻസിഡൻറ്റ് നടന്നാലും എങ്ങനെയെങ്കിലും പൈലറ്റിൻ്റെ തലയിലിട്ട് കഴിയുകയാണെങ്കിൽ കാര്യം തീർന്നു, അതോടുകൂടി അവസാനിക്കും. അതാണ് ഈ പൈലറ്റ് കമ്മ്യൂണിറ്റി ഇതിന് അഗെൻസ്റ്റായിട്ട് ഇപ്പം പല ചാനലിലും നിങ്ങൾ കേട്ട് കാണും, ഒരുപാട് കാര്യങ്ങൾ പൈലറ്റ് കമ്മ്യൂണിറ്റി വിളിച്ച് പറയുന്നു. കാരണം ഇത് തെറ്റാണ്, ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് അല്ലെങ്കിൽ നിങ്ങൾ പ്രൂഫായിട്ട് എല്ലാം കാണിക്കണം. അപ്പം ഒരു സെലക്റ്റീവ് ഇൻഫർമേഷൻ എടുത്ത് എന്നിട്ട് അതും അവർ പറയുന്നില്ല പൈലറ്റാണ് ചെയ്തതെന്ന് പറയുന്നില്ല, പക്ഷേ അത് വായിക്കുന്നവർ അങ്ങനെ മനസ്സിലാക്കണം. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ് ഈസ് why this report is false. എപ്പോഴൊക്കെയാണ് ഈ ഇന്ധന സ്വിച്ച് ഓഫ് ആക്കുന്നത്?
ഓക്കെ, ഒരു സാധാരണ ഫ്ലൈറ്റിൽ 2 പ്രാവശ്യം മാത്രമേ ഇന്ധന സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്യുകയുള്ളൂ ഓർ ഓൺ ചെയ്യുകയുള്ളൂ. ഏറ്റവും ആദ്യത്തത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം പൈലറ്റ്സ് ആ ഫ്യൂൽ കൺട്രോൾ സ്വിച്ച് പിന്നെ കട്ട് ഓഫ് പൊസിഷനിൽ നിന്ന് റൺ പൊസിഷനിലോട്ടാക്കും. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഈ ഫ്യൂൽ കൺട്രോൾ സ്വിച്ചിനകത്തൊരു മെക്കാനിക്കൽ സ്പ്രിംഗ് ലോഡഡ് ലോക്ക് ഉണ്ട്. കാരണം സാധാരണ രീതിയിൽ ഈ ഫ്യൂൽ കൺട്രോൾ സ്വിച്ച് ഇടുകയാണെങ്കിൽ അത് തിരിച്ച് വരികയോ റിട്ടേൺ ചെയ്യുകയോ ചെയ്യരുത്. അപ്പോൾ കൈ ഒന്ന് തട്ടി അത് തിരിച്ച് വരരുത്. അപ്പം അത് ചെയ്യുന്നതിൻ്റെ ഒരു പ്രൊസീജിയറുണ്ട്. നമ്മൾ ഈ സ്വിച്ച് കൈകൊണ്ട് ആദ്യം ഈ സ്പ്രിങ്ങിനെ വലിച്ച് പൊക്കണം. അത് കഴിഞ്ഞിട്ട് ഈ പൊസിഷനിൽ തന്നെ കൊണ്ടുപോയി അടുത്ത ഡിറ്റൻറ്റിലോട്ട് ഇടണം. എന്നിട്ടത് വിടണം. എന്നിട്ടത് സെറ്റിലായോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, തിരിച്ച് ഈ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്ത് ലാൻഡ് ചെയ്ത് തിരിച്ച് പിന്നെ ബേയിലെത്തുമ്പോഴത്തേക്ക് നമ്മൾ എൻജിൻ കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഈ സ്വിച്ച് അതേ പൊസിഷനിലെടുത്ത് താഴോട്ടാക്കി എൻജിൻ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്, ഈ സെയിം പേജിൽ പറഞ്ഞിരിക്കുന്നത്, വിതിൻ 1 സെക്കൻഡ് 2 ഫ്യൂൽ കൺട്രോൾ സ്വിച്ചസും ഓഫാക്കി. അപ്പോൾ ഇത് ഒരു പൈലറ്റിന് ചെയ്യാൻ കഴിയില്ല 1 സെക്കൻഡിൽ. കാരണം ഒരു പൈലറ്റിൻ്റെ കൈ ആദ്യം ആ സ്വിച്ചിലോട്ട് പോകണം, അത് പൊക്കിയെടുക്കണം, അത് താഴോട്ടാക്കണം, ആ സ്ലോട്ടിൽ കറക്റ്റായിട്ട് വീണമെന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇതിൽ പോയി വീണ്ടും അതേ ഇത് റിപ്പീറ്റ് ചെയ്യണം. 1 സെക്കൻഡിന് അത് ഒരു പൈലറ്റിന് ചെയ്യാൻ പറ്റില്ല. അതാണ് ആ സിസ്റ്റം അങ്ങനെയാണ്. കാരണം ഞങ്ങളെല്ലാവരും അത് എപ്പോഴും ചെയ്യുന്നതാണ്. ഓക്കെ, എല്ലാ ഫ്ലൈറ്റ് കഴിഞ്ഞാലും നമ്മൾ ചെയ്യുന്നതാണ്. ഇത് ഒരു സാധാരണ ഫ്ലൈറ്റിൽ. പക്ഷേ ഒരു എമർജൻസി ഉണ്ടാവും. ലെറ്റ്സ് സേ നമ്മൾ ടേക്ക് ഓഫ് ചെയ്തു, ഒരു എൻജിൻ ഫെയിലായി. ഓക്കെ, അപ്പോൾ ഒരു എൻജിൻ ഫെയിലായാൽ ഈ എയർക്രാഫ്റ്റ് പൊങ്ങി ഇപ്പം റൺവേയിൽ വെച്ചും ഞാനിത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം ഞാനത് ഫുൾ സീക്വൻസ് ഞാൻ പറയാം. ഒരു പിന്നെ ലെറ്റ്സ് അസ്യൂം, അപ്പം ഈ എയർക്രാഫ്റ്റിൻ്റെ സംഭവം തന്നെ ഞാൻ പറയാം. ഈ എയർക്രാഫ്റ്റിനകത്ത് ആ ടേക്ക് ഓഫ് അന്ന് ചെയ്തിരുന്നത് പിന്നെ കോ പൈലറ്റാണ്, പൈലറ്റ് അല്ല. അപ്പം കോ പൈലറ്റ് ആദ്യം ടേക്ക് ഓഫിൻ്റെ പെർമിഷൻ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് കിട്ടിക്കഴിയുകയാണെങ്കിൽ ഒരു ടോഗ സ്വിച്ച് എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടോഗ സ്വിച്ച് പ്രസ് ചെയ്യും. ഈ ടോഗ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ത്രസ്റ്റ് ലിവേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ടേക്ക് ഓഫ് പൊസിഷൻ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടേക്ക് ഓഫ് എത്ര പിന്നെ RPM ഇത് വേണമെന്നുള്ളത് അത് കമ്പ്യൂട്ടർ കാൽക്കുലേറ്റ് ചെയ്ത് ഈ ത്രസ്റ്റ് ലിവർ ഏറ്റവും മുമ്പിലോട്ട് പോകും. ആ ആക്ഷൻ കഴിയുകയാണെങ്കിൽ ഈ കോ പൈലറ്റ് അദ്ദേഹത്തിൻ്റെ കൈ രണ്ടും കൺട്രോൾ കോളത്തിലോട്ട് വയ്ക്കും. കാരണം അത് വെച്ചിട്ടാണ് ഫ്ലൈ ചെയ്യാനുള്ളത്. ഈ ത്രസ്റ്റ് ലിവർ കോ പൈലറ്റ് തൊടത്തില്ല. കാരണം ഒരു റിജക്ഷൻ ഓഫ് ടേക്ക് ഓഫ് വരികയാണെങ്കിൽ അത് പൈലറ്റാണ് ചെയ്യേണ്ടത്. അപ്പം പൈലറ്റ് നോൺ ഫ്ലൈയിങ് ആയിട്ടുള്ള പൈലറ്റ് മോണിറ്ററിങ് ആയിട്ടുള്ള ആക്ച്വൽ പൈലറ്റിൻ്റെ കൈ ഈ ത്രസ്റ്റ് ലിവറിലോട്ട് പോകും. കോ പൈലറ്റ് ഫ്ലൈ ചെയ്യുന്ന കൺട്രോൾ കോളത്തിലോട്ട് മാത്രമായിരിക്കും കൈ വയ്ക്കുന്നത്. ഇനി ഈ ഒരു സിറ്റുവേഷൻ ഒരു V1 സ്പീഡ് എന്ന് പറയുന്ന ക്രിട്ടിക്കൽ എൻജിൻ ഫെയിലിയർ സ്പീഡ് എന്ന് പറയും. അത് ഓട്ടോമാറ്റിക്കായിട്ട് അനൗൺസ് ചെയ്യും V1 സ്പീഡ്. കാരണം ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിട്ടുണ്ട് ടേക്ക് ഓഫിന് മുമ്പ്. അപ്പോൾ ആ V1 സ്പീഡ് വരുമ്പോഴത്തേക്ക് ഈ പൈലറ്റും ഈ ത്രസ്റ്റ് ലിവറിൽ നിന്ന് കൈ എടുക്കും. കാരണം അത് കഴിഞ്ഞാൽ നമുക്ക് ടേക്ക് ഓഫ് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. അഥവാ അത് ആരെങ്കിലും അങ്ങനെ ടേക്ക് ഓഫ് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ എയർക്രാഫ്റ്റ് റൺവേയുടെ എൻഡിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അത് റൺവേ കഴിഞ്ഞ് പോകും. അപ്പോൾ അത് ക്രാഷ് ആകും. ഈ സമയത്ത് ഒരു എൻജിൻ ഫെയിൽ ആയാൽ പോലും നമ്മൾ ടേക്ക് ഓഫ് കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പം എൻജിൻ അത്രയും പവർ ഉണ്ട്. ഈ എയർക്രാഫ്റ്റിനെ ആക്സലറേറ്റ് ചെയ്ത് ടേക്ക് ഓഫ് ചെയ്ത് മുകളിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതാണ് ഒരു സീക്വൻസ് നടക്കുന്നത്. ഇപ്പോൾ ഏത് സമയത്ത് എൻജിൻ പിന്നെ എമർജൻസി വന്നാലും നമ്മളൊന്നും ചെയ്യത്തില്ല. നമ്മൾ ആദ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് കണക്ക് 3 കാര്യങ്ങളുണ്ട്: നാവിഗേറ്റ്, കമ്മ്യൂണിക്കേറ്റ്. അപ്പം നമ്മൾ ആദ്യത്തെ ഏവിഗേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ടേക്ക് ഓഫ് ചെയ്യണം, ഫ്ലൈ ചെയ്യണം, എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യണം. ഒരു എമർജൻസി വന്നതെന്ന് വെച്ചിട്ട് എയർക്രാഫ്റ്റ് ക്രാഷ് ആവാൻ പാടില്ല. നമ്മൾ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യണം. അതാണ് ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തത് നാവിഗേറ്റ്. നമുക്ക് ഏത് ഡയറക്ഷനിലാണ് പോകേണ്ടത്, ആ എയർക്രാഫ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഫ്ലൈ ചെയ്യണം. ഓക്കെ, അത് ചെയ്യുക. മൂന്നാമത്തത് കമ്മ്യൂണിക്കേറ്റ്. നമ്മൾ എയർ ട്രാഫിക് കൺട്രോളിനെ അറിയിക്കുക. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്താണ് നടന്നതെന്നുള്ളത്. പക്ഷേ ഇതൊന്നും 400 അടി വരെ ചെയ്യില്ല.
400 അടി വരെ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നതായിരിക്കും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. അപ്പോൾ 400 അടി കഴിഞ്ഞാൽ മാത്രമേ രണ്ട് പൈലറ്റ്സുമാരും നോക്കുകയുള്ളൂ എന്താണ് പ്രശ്നം. ഓക്കെ, ഒരു എഞ്ചിൻ ഫെയിലായി, ഓക്കെ, ഒരു പ്രശ്നമല്ല, ഒരു എഞ്ചിൻ ഫെയിൽ ആയതേ ഉള്ളൂ. അപ്പം അതുപോലെ നമ്മൾ നോക്കും എങ്ങനെ കണ്ടുപിടിക്കും ഒരു എഞ്ചിൻ ഫെയിലാണോ അതോ ആ എഞ്ചിൻ സീസ് ചെയ്തോ അതോ സ്റ്റോൾ ചെയ്തോ എന്നുള്ളത്. അപ്പം അതെല്ലാം അതിൻ്റെ N1 അല്ലെങ്കിൽ RPM വെച്ചിട്ടാണ് നമ്മൾ അറിയുന്നത്. ഒരു എഞ്ചിൻ ഫെയിൽ ആവുകയാണെങ്കിൽ വെറും ഫെയിലിയർ ആണ്, അതിന് ഫ്യൂൽ ഇല്ല, വെറും ഫെയിലിയർ ആണ്. അതിൻ്റെ എഞ്ചിൻ്റെ RPM വിൻഡ് മില്ലിംഗ് എന്ന് പറയും. അത് കറങ്ങിക്കൊണ്ടിരിക്കും കാറ്റിൻ്റെ ഗതി അനുസരിച്ച്. അപ്രോക്സിമേറ്റ്ലി 12 to 16% അത് RPM കാണിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വെറും ഒരു എയർക്രാഫ്റ്റ് നോർമൽ ഒരു ഫെയിലിയർ മാത്രമാണ്. അപ്പോൾ ആ എയർക്രാഫ്റ്റ് 1000 അടി 1000 ഫീറ്റ് ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയുള്ളൂ. അതുവരെ, കാരണം ഇതിനൊരു മെമ്മറി ഐറ്റം പോലും ഇല്ല ഒരു നോർമൽ എഞ്ചിൻ ഫെയിലിയർ. നേരെ മറിച്ച് അപ്പോൾ ഒരു എഞ്ചിൻ സീസർ എന്ന് പറയുന്നു. അപ്പം ലെറ്റ്സ് സേ അതിനകത്ത് ഫോറിൻ ഓബ്ജക്റ്റ് ഡാമേജ് വന്നു, അപ്പം എഞ്ചിൻ്റെ ബ്ലേഡൊക്കെ പൊട്ടി, അപ്പം ആ എഞ്ചിന് കറങ്ങാൻ പറ്റില്ല. അപ്പം എന്താ പറ്റുന്നത് വെച്ചാൽ ആ എഞ്ചിൻ്റെ RPM 0 ആയിട്ട് മാറും. അതൊരു എഞ്ചിൻ സീസറാണ്, അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. കാരണം ഫയർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഫ്യൂവൽ വരികയാണ്, അപ്പോൾ ഫയർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ എഞ്ചിൻ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യണം. ആ സിറ്റുവേഷനിൽ പോലും നമ്മൾ 400 അടി വരെ ഒന്നും ചെയ്യില്ല. 400 അടി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ എഞ്ചിൻ ഫെയിലായി, എഞ്ചിൻ സീസായോ. അപ്പോൾ എഞ്ചിൻ സീസായാണെങ്കിൽ ആ എഞ്ചിൻ ഷട്ട് ഓഫ് ചെയ്യണം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പൈലറ്റ്സ് നോക്കുന്ന ഒരു കാര്യമാണ് ഒരു വിധത്തിലും ലൈവായിട്ടുള്ള എഞ്ചിൻ ഷട്ട് ഓഫ് ചെയ്യരുത്. അപ്പോൾ അതിനു വേണ്ടി ഒരു പ്രൊസീജിയറുണ്ട്, ചലഞ്ച് ആൻഡ് റെസ്പോൺസ് പ്രൊസീജിയർ. അപ്പം നമുക്കൊരു ഉദാഹരണം എടുക്കാം, ലെഫ്റ്റ് എഞ്ചിനാണ് ഫെയിലായെന്നുള്ളത്. അപ്പം ആദ്യം നമ്മൾ അതിൻ്റെ ഓട്ടോ ത്രോട്ടിൽ സ്വിച്ച് കട്ട് ഓഫ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ത്രസ്റ്റ് ലിവർ പുറകോട്ടാക്കി കഴിഞ്ഞാൽ ഓട്ടോ ത്രോട്ടിൽ ആണെങ്കിൽ വീണ്ടും അത് മുമ്പോട്ട് പോകും. അപ്പോൾ പൈലറ്റ് മോണിറ്ററിങ്, പൈലറ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, പൈലറ്റ് മോണിറ്ററിങ് പറയും ലെഫ്റ്റ് എഞ്ചിൻ ഓട്ടോ ത്രോട്ടിൽ ആം സ്വിച്ച് കൺഫേം എന്ന് വെച്ച് എന്നിട്ട് ആ സ്വിച്ചിൽ മാത്രം കൈവയ്ക്കും. അപ്പം പൈലറ്റ് ഫ്ലൈങ് അത് നോക്കും, ഇത് കറക്റ്റ് എഞ്ചിനാണോ, ഓക്കെ ഇറ്റ് ഈസ് കൺഫേംഡ് ഓഫ്, അപ്പം ഈ സ്വിച്ച് ഓഫ് ചെയ്യും. അത് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് ഈ പൈലറ്റ് മോണിറ്ററിങ് പറയും ലെഫ്റ്റ് ത്രസ്റ്റ് ലിവർ കൺഫേം, കൈ അവിടെ വയ്ക്കും. ക്യാപ്റ്റൻ പറയും ഓർ പൈലറ്റ് ഫ്ലൈങ് പറയും കൺഫേം ടു ഐഡിൽ, അത് പതുക്കെ താഴെ കൊണ്ടുവരും. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഫ്യൂൽ കൺട്രോൾ സ്വിച്ച്. അവിടെയും അദ്ദേഹം കൈ അതിൽ വെച്ചിട്ട് പറയും ലെഫ്റ്റ് ഫ്യൂൽ കൺട്രോൾ സ്വിച്ച് കൺഫേം കട്ട് ഓഫ്. അപ്പോൾ ക്യാപ്റ്റൻ അതും നോക്കും, കാരണം റൈറ്റ് ഫ്യൂൽ എഞ്ചിൻ അപ്പം ചെയ്യുകയാണെങ്കിൽ റൈറ്റ് എഞ്ചിനും പോകും. അപ്പം അതെല്ലാം ചലഞ്ച് ആൻഡ് റെസ്പോൺസ് ആണ്. അപ്പം അതേ പറഞ്ഞ് ഓക്കെ കൺഫേം കട്ട് ഓഫ്. അപ്പോൾ ഈ ഒരു സീക്വൻസ് ആണ് നടക്കുന്നത് ഒരു ഫുൾ ഇതിൽ. അപ്പം ഫ്യൂൽ കൺട്രോൾ സ്വിച്ചസ് എപ്പോൾ കട്ട് ഓഫ് ചെയ്യുമെന്നുള്ളൊരു ആൻസറാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരു പ്രശ്നം വരുന്നത് ഡബിൾ എഞ്ചിൻ ഫെയിലിയർ വന്നാൽ. ഒരു ഡബിൾ എഞ്ചിൻ ഫെയിലിയർ വന്നാൽ അതൊരു റിയാക്ട് എമർജൻസിയാണ്. അതിൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞത് മെമ്മറി ഐറ്റമാണ്, ഒരു ചെക്ക് ലിസ്റ്റ് നമ്മൾ റെഫർ ചെയ്യത്തില്ല. അതുപോലെ ഇതിനും നമുക്ക് മെമ്മറി ഐറ്റം ഉണ്ട്. ആ മെമ്മറി ഐറ്റം രണ്ട് കാര്യങ്ങളാണ്, ബോത്ത് ഫ്യൂൽ കൺട്രോൾ സ്വിച്ചസ് കട്ട് ഓഫ് ആൻഡ് റൺ എന്ന് വെച്ചാൽ ഈ രണ്ട് ഫ്യൂൽ കൺട്രോൾ സ്വിച്ചും കട്ട് ഓഫ് ചെയ്യണം, തിരിച്ച് റൺ ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഫാഡക്ക് കട്ടായ എഞ്ചിൻ്റെ റീലൈറ്റിന് വേണ്ടി ഫാഡക്ക് ട്രൈ ചെയ്യുള്ളൂ. അതുപോലെ അത് കഴിഞ്ഞാൽ റാമേ ടർബൈൻ ഓൺ, ഹോൾഡ് ഇറ്റ് ഫോർ 1 സെക്കൻഡ്. അപ്പം ഇതെല്ലാം മെമ്മറി ഐറ്റംസ് ആണ്. അപ്പം ഇതെല്ലാം നമ്മൾ ചെയ്യണം. ഇപ്പം ഈ എമർജൻസി സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് പിന്നെ ഫ്യൂൽ കൺട്രോൾ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യാം. ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴൊക്കെ ഫ്യൂൽ കൺട്രോൾ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യണം.